നമസ്കാരം. ഇന്ന് കർക്കിടകം 18. അങ്ങനെ സമ്പാദിയുടെ വാക്കുകൾ കേട്ട വാനരപ്പട അവർ ആലോചിക്കുകയാണ്. കാരണം 100 യോജന വിസ്തൃതിയുള്ളൊരു കടലാണ് അവർ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ അത് ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ടുപിടിക്കാൻ തക്ക ബലവാനായിട്ടുള്ള ആൾ തങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നുള്ളത് പരസ്പരം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്കദൻ ഓരോരുത്തരോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ സ്വയം തിരിച്ചറിയുക, നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പേടിയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരൂ. ശ്രീരാമദേവന്റെ നിർദ്ദേശാനുസരണം സീതാദേവിയെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. പങ്കജൻ അവരോട് എല്ലാവരോടും വിശദമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലെ പേടി കളഞ്ഞ് നമ്മുടെ ശക്തി തിരിച്ചറിയുക. ആ ശക്തി തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ 100 യോജന വിസ്തൃതിയുള്ള ഈ കടലൊക്കെ പുഷ്പം പോലെ നമുക്ക് മറികടക്കാൻ കഴിയുമെന്നൊക്കെ അങ്കദന് ഓരോരുത്തരോടായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പലരും പറയുന്നുണ്ട്, എനിക്കൊരു 10 യോജന ചാടാൻ പറ്റും, 20 യോജന ചാടാൻ വേറൊരു വാനരം പറയുന്നുണ്ട്, 30-40 ചാടാനൊക്കെ വേറൊരു വാനരം പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ഒരാൾ 80 വരെ 90 യോജന വരെയൊക്കെ ചാടാനൊക്കെ പറയുന്നുണ്ട്. 100 യോജന ചാടാൻ കഴിവുള്ള ആരൊക്കെയാണെന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്കദൻ ചോദിക്കുന്നുണ്ട്, ജാമ്പവാൻ, അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഹനുമാൻ മാത്രം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ജാമ്പവാൻ ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, നീ വായുപുത്രനാണ്, നിന്നെക്കൊണ്ട് സാധിക്കുമല്ലോ, നീ എന്താണെന്നും മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ആകെ ചിന്താധീനനായിട്ടിരിക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതിരിക്കുകയാണ്. അപ്പോൾ ജാമ്പവാൻ വന്ന് ഹനുമാനോട് ചോദിക്കുന്നുണ്ട്, ഹനുമാൻ, നിനക്ക് നിന്റെ ശക്തിയെ ഓർമ്മയില്ലേ? നീ നിന്റെ ശക്തിയെല്ലാം മറന്നുപോയോ? പണ്ട് ചെറിയ പ്രായത്തിൽ നീ പഴമാണെന്ന് കരുതി ഉദിച്ചു വരുന്ന സൂര്യനെ ഭക്ഷിക്കാനായിട്ട് നീ ഉയർന്ന ആകാശത്തിട്ട് പറന്നു പോയ കാര്യമൊക്കെ നീ ഓർക്കുന്നുണ്ടോ? അങ്ങനെ സൂര്യഭഗവാനെ ഭക്ഷിക്കാനായിട്ട് വന്നപ്പോൾ ഇന്ദ്രദേവൻ തൻ്റെ വജ്രായുധം എടുത്ത് നിന്റെ താടിയിൽ പൊട്ടിച്ചതൊക്കെ നീ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഞ്ജനാപുത്രനായ ആഞ്ജനേയനാണ് നീ. നിനക്ക് ഹനുമാനുള്ള പേര് ലഭിച്ചത് തന്നെ എങ്ങനെയാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? ഇന്ദ്രദേവന്റെ വജ്രായുധമേറ്റ് നിന്റെ ഹനു പൊട്ടിയപ്പോൾ നിന്റെ താടിയിൽ ക്ഷതം വന്നതുകൊണ്ടാണ് നിനക്ക് ഹനുമാൻ എന്നുള്ള പേര് കിട്ടിയതെന്ന് നീ ഓർക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹനുമാന്റെ താടിയിൽ വജ്രായുധമേറ്റ് മുറിവുണ്ടായ സമയത്ത് വായുദേവൻ ഹനുമാനെ പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും നാരദാദി മുനികളെല്ലാവരും വന്ന് ഹനുമാനെ ചിരഞ്ജീവി ആയിരിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നൊക്കെ ജാമ്പവാൻ ഹനുമാനോട് പറയുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ ജാമ്പവാൻ എടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ലക്ഷോപലക്ഷം വാനരപ്പട നമ്മുടെ കൂടെയുണ്ട്, എന്നിട്ടും ശ്രീരാമദേവൻ തൻ്റെ അങ്കുലിയം നിന്നെയാണ് ഏൽപ്പിച്ചത്. സീതാദേവിയെ കാണുമ്പോൾ പറയാനായിട്ടുള്ള ഒരു അടയാളവാക്യവും ശ്രീരാമദേവൻ നിന്നോടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീരാമദേവന് നിന്നോട് വിശ്വാസം കൊണ്ടാണ് നിനക്ക് അത് ഈ സമുദ്രത്തെ ലംഘിച്ച് ലങ്കയിലിട്ട് ചെല്ലാൻ കഴിയുമെന്ന് ശ്രീരാമദേവൻ ഉറപ്പുള്ളത് കൊണ്ടാണ് ശ്രീരാമദേവൻ ആ അങ്കുലിയം വേറെ ആർക്കും കൊടുക്കാൻ നിനക്ക് തന്നെ തന്നതെന്നൊക്കെ ജാമ്പവാൻ ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഹനുമാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ജാമ്പവാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പണ്ട് നിനക്കൊരു മുനിശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ മുനിശാപത്തിൻ്റെ ഫലമായിട്ടാണ് നീ നിന്റെ ബലവീര്യങ്ങളെല്ലാം നീ മറന്നു പോയിരിക്കുന്നത്, നിന്നെ കൊണ്ട് സാധിക്കും, അതുകൊണ്ടാണ് ശ്രീരാമദേവൻ നിനക്ക് അങ്കുലിയം തന്നതിനൊക്കെ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട ഹനുമാൻ്റെ ഉള്ളിൽ ആത്മധൈര്യം വർദ്ധിക്കുകയും ഹനുമാൻ ഒരു സിംഹനാഥം മുഴക്കി എന്നാണ് പറയുന്നത്. സിംഹനാഥം മുഴക്കി വളർന്നു വലുതായ ശേഷം ആ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ ഒരു അധ്യായത്തോട് കൂടിയിട്ട് കിഷ്കിന്ധാഖണ്ഡം സമാപിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് സുന്ദരകാന്ഡമാണ്. ഈ സുന്ദരകാന്ഡം എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്. അതായത് വാൽമീകി മഹർഷി രാമായണമെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ഹനുമാനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹനുമാനെ കാണിച്ച സമയത്ത് ഈ കാണ്ഡത്തിന് ശരിക്കും ഹനുമാൻ എന്നുള്ള പേരാണ് വാൽമീകി മഹർഷി ഇട്ടിരുന്നത്. അപ്പോൾ വാൽമീകി മഹർഷിയോട് ഹനുമാൻ പറയുന്നുണ്ട്, വേണ്ട, എൻ്റെ പേരിടണ്ട, വേറെ എന്തെങ്കിലും ഉചിതമായിട്ടുള്ളൊരു വേറൊരു പേരിട്ടോളൂ എന്ന് ഹനുമാൻ വാൽമീകി മഹർഷിയോട് പറയുന്നുണ്ട്. അപ്പോൾ വാൽമീകി മഹർഷി ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, സുന്ദരകാന്ഡം എന്ന പേര് ഞാൻ ഇതിനിടാം, അത് ഇഷ്ടപ്പെട്ടോന്ന് വാൽമീകി മഹർഷി ഹനുമാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ നോക്കിയപ്പോൾ ഹനുമാനായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു പേരാണത്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, എനിക്കിഷ്ടമായി, ഈ ഒരു പേര് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ അഞ്ജനാദേവിയുടെ അടുത്തിട്ട് പോവാണ്. അപ്പോൾ അഞ്ജനാദേവിയുടെ അടുത്തിട്ട് ചെല്ലുന്ന വഴി അഞ്ജനാദേവി ഹനുമാനെ വിളിച്ച് സുന്ദര നീ വരൂ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഹനുമാന് ആകെ ആശ്ചര്യമായി. ഹനുമാൻ ചോദിച്ചു, മാധവ എന്താ വിളിച്ചതെന്ന് വെച്ചു. പറഞ്ഞു, സുന്ദര എന്ന് വിളിച്ചത് നീ ഓർക്കുന്നില്ലേ, നിന്നെ ഞാൻ ചെറുപ്പകാലത്തെല്ലാം സുന്ദര എന്നാണല്ലോ വിളിക്കാറെന്ന് വെച്ചു. നീ അത് മറന്നു പോയെന്നൊക്കെ അഞ്ജനാദേവി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹനുമാൻ ആ കാര്യമെല്ലാം ഓർമ്മ വന്നത്. അപ്പോൾ ഹനുമാൻ ഓർക്കാണ്, തൻ്റെ മാതാവിനും തനിക്ക് മാത്രം അറിയാവുന്ന ഈ കാര്യം വാൽമീകി മഹർഷി എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടാവുക. വാൽമീകി മഹർഷി തന്നെയാണ് എൻ്റെ നിർദ്ദേശാനുസരണം വേറൊരു പേര് മാറ്റിയിട്ട് അതിന് സുന്ദരകാന്ഡം എന്നാണ് പേര് നിർദ്ദേശിച്ചത്. ഞാനത് മതിയെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തല്ലോ, ഇനിയിപ്പോൾ അത് മാറ്റാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഹനുമാൻ സ്വാമി ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സുന്ദരകാന്ഡത്തിന് സുന്ദരകാന്ഡം എന്നുള്ള പേര് വന്നത്. കാരണം ഈ സുന്ദരകാന്ഡം മുഴുവൻ കഥ മുഴുവൻ പറയുന്നത് ഹനുമാനുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. ഹനുമാന്റെ പരാക്രമണം, ഹനുമാനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാണ്ഡം മുഴുവൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സുന്ദരകാന്ഡം എന്ന് തന്നെ പേര് വാൽമീകി മഹർഷി വെച്ചത്. അങ്ങനെ ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ വലിയൊരു രൂപത്തിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. ഹനുമാൻ തൻ്റെ എല്ലാ ആത്മധൈര്യവും ഉപയോഗിച്ച് ഹനുമാൻ പറന്നുയരുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥാസാരം. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമസ്കാരം.